മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഇടയനായി അവരോധിക്കപ്പെട്ട അബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാബ തിരുമേനി, വേദിയിലുള്ള മറ്റു പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി രാജു, ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രേഷ്ഠ ബാബ തിരുമേനിയുമായി ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. 1983 മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അന്ന് നമ്മുടെ ബാബ തിരുമേനി ഒരു കൊച്ചു ഷമാശനായിരുന്നു. 10 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് കശിഷ പദവി ലഭിച്ചു. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ മെത്രാപ്പോലീത്തയായി. അദ്ദേഹം കൊച്ചി ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. പക്ഷെ കൂടുതൽ ഇടപെടാനൊന്നും കഴിഞ്ഞില്ല. കാരണം ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ ജോലിക്ക് പോയി. വിദൂരത്ത് നിന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്നു. വളരെ സൗമ്യതയോടെ, വിനയത്തോടെ, സുദൃഢമായ അഭിപ്രായങ്ങളോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിൽ ശരി കണ്ടെത്താനുമുള്ള മനസ്സുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാൻ ഒരു അവസരം എനിക്കുണ്ടായി 2006. അന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക ദൂതനായി ഞാൻ പുത്തൻകുരിശിലെ പാത്രികാർക്ക സെന്ററിൽ പോയി. അന്ന് എന്നോടൊപ്പം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ചെയർമാൻ ആയിരുന്ന ശ്രീ ബാബു പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പാത്രിക സെന്ററിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഊഷ്മളമായ വരവാണ് ലഭിച്ചത്. സർവീസിൽ IAS 25 വർഷം പിന്നിട്ടതിന് ശേഷം നടന്ന ഒരു സംഭവമാണിത്. അന്ന് കാലം ചെയ്ത തോമസ് പ്രഥമൻ ബാബ തിരുമേനി വിശുദ്ധ ഗ്രന്ഥം തന്നാണ് എന്നെ സ്വീകരിച്ചത്. അന്ന് സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കം അവസാനിപ്പിക്കാനുള്ള ഒരു ഫോർമുല ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അന്ന് ചർച്ചയിൽ പങ്കെടുത്തത് കാലം ചെയ്ത ബാബ തിരുമേനിയും നമ്മുടെ ശ്രേഷ്ഠ ബാബ തിരുമേനിയുമായിരുന്നു. അന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടു. അത് പിന്നീട് ഓർത്തഡോക്സ് സഭയുടെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സജഷൻസുമായിട്ട് പത്തനാപുരം താപോദേറായിൽ വിശ്രമിക്കുകയായിരുന്ന ഞങ്ങളുടെ ബാബ തിരുമേനി, കാലം ചെയ്ത ദിദിമോസ് ബാബ തിരുമേനിയെ പോയി കണ്ടു. എനിക്ക് അദ്ദേഹവുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ പാലക്കാട് ജില്ലയുടെ കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മെത്രാപ്പോലീത്തയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അച്ചാച്ചൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് ദിദിമോസ് ബാബ തിരുമേനി. അങ്ങനെ നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തിരുമേനിയെ പോയി കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിനും ഏറെക്കുറെ സമ്മതമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണ്, ഇപ്പോൾ കേസിന്റെ തീരുമാനം വരട്ടെ, വന്നിട്ട് നമുക്ക് വേണ്ട വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞത് 2006 നടന്നത്. അത് കഴിഞ്ഞ് 2017 സുപ്രീം കോടതി വിധി വന്നു. വിധി വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. 2018 കോട്ടയത്തെ ബസേലിയോസ് കോളേജ് അങ്കണത്തിൽ വെച്ച് ബസേലിയോസ് 2ാം സ്മാരക പ്രഭാഷണം നടത്തിയത് ഞാനാണ്. അന്ന് ആ പ്രഭാഷണ വേളയിൽ ഞാൻ പറയുകയുണ്ടായി, ബസേലിയോസ് 2ാം ബാബയോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് അദ്ദേഹം തുടങ്ങി വെച്ച സമാധാന പ്രക്രിയ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ ആയിരിക്കണമെന്നും ഞാൻ അവിടെ പറഞ്ഞു. നാളെ ബാബ തിരുമേനിയും തോമസ് പ്രഥമൻ തിരുമേനിയും കൂടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നു എന്നല്ല പറയേണ്ടത്. ആദ്യം വേണ്ടത് നമ്മൾ സഹോദരങ്ങളെ പോലെ ജീവിക്കണം, സഹോദരി സഭകളായി നിലകൊള്ളണം, പിന്നീട് സഹവർത്തിത്വമാവാം. എന്ന് വെച്ചാൽ അവിടെയുള്ള തിരുമേനിമാർക്ക് ഇവിടെ വരാം, ഇവിടെയുള്ള തിരുമേനിമാർക്ക് അവിടെ പോകാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ അംഗങ്ങളും തൊട്ടപ്പുറത്തുള്ള സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ അംഗങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും.
നമ്മൾ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും. ഈസ്റ്റർ ആഘോഷിച്ചാൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളല്ലേ. അതങ്ങനെ അടുത്ത സഹവർത്തിത്വം അങ്ങനെ കുറച്ചുനാൾ ഉണ്ടാവണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ, അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞത് എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും കൂടി സമാധാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകുമോ? അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ആദ്യം വേണ്ടത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവിടെ പോയി കളിക്കണം, അവിടുത്തെ ടീം ഇവിടെ വന്ന് കളിക്കണം, അവിടുത്തെ കവാലി സിംഗേഴ്സ് ഇവിടെ വന്ന് പാടണം, നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ അവിടെ പോയി പാടണം. പിന്നെ വാഗാ ബോർഡർ തുറന്നിടണം. ഇതിന് വിദേശ മന്ത്രാലയത്തിൽ ഒരു വാക്കുണ്ട്, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ്, CBMs എന്ന് പറയും, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ്. ഇങ്ങനെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എടുക്കണം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഞാനിത് പറഞ്ഞപ്പോൾ അന്ന് കാര്യം ചെയ്ത പൗലോസ് രണ്ടാമൻ ബാബാജിയുടെ അധ്യക്ഷതയിലാണ് ഞാനിത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമ്മതമായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അന്നു മുതൽ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഉറക്കെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് പലർക്കും അലോസരതയുണ്ടായി. ആ അലോസരത എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നോക്കൂ, ഇവിടെ നമ്മൾ ഒരു സഭയാണ്. ഒരു സഭയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിനകത്ത് 2017 സുപ്രീം കോടതി വിധി വന്നപ്പോൾ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് അസ്ഥാനത്തായി. കാരണം സഭയിൽ സമാധാനം ഉണ്ടാക്കാൻ സുപ്രീം കോടതി വിധി കൊണ്ടൊന്നും സാധിക്കില്ല. അത് യാതൊരു സംശയവും വേണ്ട. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? എന്നിട്ട് എന്താണ് ഉണ്ടായത്? നടന്നോ? ഇല്ല. ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വിധി വന്നാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇന്നും ഞാൻ പറയുന്നു, ഇന്ന് എനിക്കറിയാം സമാധാനമൊന്നും അടുത്ത കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ വേണ്ടത് എന്താ? രണ്ട് സഹോദരി സഭകളായി നിലകൊള്ളുക, സഹോദരങ്ങളെ പോലെ പെരുമാറുക, അവരെ പോലെ ജീവിക്കുക, പിന്നീട് സഹവർത്തിത്വമാവുക. കുറെ കഴിഞ്ഞിട്ട് ദൈവം നമ്പുരാൻ നിശ്ചയിക്കും എപ്പോഴാണ് ഈ സഭയിൽ സമാധാനമുണ്ട് അന്നേരം ഉണ്ടാക്കുക. അതുവരെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? റെക്കൺസിലിയേഷൻ ഉണ്ടാവുക. എന്താണ് റെക്കൺസിലിയേഷൻ? ഇവിടെ ഈ വേദിയിൽ അഭിമന്യ പിതാക്കന്മാർ ഇരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വേദശാസ്ത്രപരമായി സംസാരിക്കുന്നതിൽ ഒരു അനുചിതത്വമുണ്ട്. എങ്കിലും ഞാനൊരു വേദ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ വേദപുസ്തകം പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന 5 പാഠങ്ങളുണ്ട്. ഒന്ന്, that which God offers to us, He commands us to offer to others. ദൈവം നമുക്ക് നൽകിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. 2, we who have been forgiven must in turn forgive. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. 3, we who have received mercy are commanded to be merciful. ദൈവം നമ്മോട് കരുണ കാട്ടിയതുപോലെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാട്ടണം. 4, we who are the objects of God's love are to love others in return. ദൈവസ്നേഹത്തിന് പാത്രീഭൂതനായ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കണം. 5, and we who have been reconciled to God should become instruments of reconciliation in the world in general and the church in particular. ദൈവത്തോട് നാം നിരപ്പായത് പ്രകാരം നാം നിരപ്പിന്റെ പര്യായുധങ്ങളായി മാറണം, ലോകത്തിന് പൊതുവെയും സഭയ്ക്ക് പ്രത്യേകിച്ച്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് റെക്കൺസിലിയേഷൻ ആണ്, അഥവാ നിരപ്പാണ്. അത് എവിടെ നിന്ന് തുടങ്ങണം? അത് സഭയിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അത് ഏത് സഭയുമായിക്കൊള്ളട്ടെ, അത് സീറോ മലബാർ സഭയാകട്ടെ, മലങ്കര കത്തോലിക്ക സഭയാകട്ടെ, ഓർത്തഡോക്സ് സഭയാകട്ടെ, യാക്കോബായ സഭയാകട്ടെ, ഏത് സഭയുമായിക്കൊള്ളട്ടെ, ആ ക്രൈസ്തവ സഭയിൽ തുടങ്ങുമ്പോൾ അവരെ ഒരു പുതിയ ജീവൻ ലഭിക്കും. In the church of Christ we will have a new life.
ക്രിസ്തുവിന്റെ സഭയിൽ നാം പുതിയ സൃഷ്ടിയാകും. ഇൻ ദ ചർച്ച് വി ആർ എ ന്യൂ ക്രിയേഷൻ. ക്രിസ്തുവിന്റെ സഭയിൽ നമ്മൾ പുതിയൊരു വർഗമാകും. ഇൻ ദ ചർച്ച് വി ആർ ഓൾ എ ന്യൂ ഹ്യൂമാനിറ്റി. അവിടെ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. ജാതി മത ഭേദങ്ങൾ ക്രിസ്തുവിലില്ല. അവിടെ എല്ലാം ക്രിസ്തുവിലൂടെ നിരപ്പാകുന്നു. കാരണം എന്താ? ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ റിക്കൺസിലിയേഷൻ. ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ റിക്കൺസിലിയേഷൻ. When you practice reconciliation, you are preaching Jesus Christ. നിങ്ങൾ എപ്പോഴൊക്കെ നിരപ്പിന്റെ ശുശ്രൂഷ എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ടല്ലോ. കുർബാന നടത്തുന്നതിന് മുമ്പ് അച്ഛന്മാർ റിക്കൺസിലിയേഷൻ നടത്തുന്നില്ലേ? നോയമ്പ് ആരംഭിക്കുന്നവരോട് ശുഭക്കോട് ശുശ്രൂഷ നടത്തിയിട്ടല്ലേ നോയമ്പ് ആരംഭിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ ഇതൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഇപ്പോൾ അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ രണ്ട് സഭകളായി തന്നെ നിലനിൽക്കുകയാണ്. അവർ റിക്കൺസൈൽ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ചോദിക്കും, 100 വർഷമായി നടക്കുന്ന ഒരു കേസ്, ആ വ്യവഹാരങ്ങൾക്ക് സുപ്രീം കോടതി അവസാന തീർപ്പ് കൽപ്പിച്ചതല്ലേ? 2017 സുപ്രീം കോടതി വിധി വന്നു. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭ ഒരു പൂവ് ചോദിച്ചു, പകരം ഒരു ഉദ്യാനം കിട്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാണ് വിധി നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത്? കാരണം ഗ്രൗണ്ട് റിയാലിറ്റീസ് അത് ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിയിലൂടെ ഒന്നും സമാധാനം ഉണ്ടാവില്ല. ഇത് ഒരു ക്രിസ്തീയ സഭയാണ്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, ഒരു സ്വകാര്യ കമ്പനി അല്ല, ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇതൊരു സഹകരണ സ്ഥാപനമല്ല, ഇത് ക്രിസ്തുവിന്റെ സഭയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നയിക്കപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ നിയമങ്ങളായിരിക്കണം. ഇവിടെ പാലിക്കപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ ധർമ്മമായിരിക്കണം. അത് ചെയ്യാതെ എന്ത് ക്രിസ്തീയതയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ചെയ്യാതെ ക്രിസ്തുവിന്റെ സഭയാണെങ്കിൽ തീർച്ചയായും ഈ റിക്കൺസിലിയേഷൻ നമുക്കുണ്ടാവണം. അത് പാലിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് നാം ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട, കുറച്ചു മുമ്പ് പ്രിയപ്പെട്ട ശ്രീ ആന്റണി രാജു സംസാരിച്ചപ്പോൾ ജോസഫ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് തന്നെ ഞാൻ ആവർത്തിച്ചു പറയുക. നമ്മൾ വേദപുസ്തകങ്ങളിൽ നോക്കുമ്പോൾ നാം വായിക്കുന്ന ഒരാളാണ്, പുതിയ നിയമത്തിൽ പരിചയപ്പെടുന്നതാണ് ജോസഫ്. അദ്ദേഹം നീതിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിമാനായിരുന്നു എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് ചിലതൊക്കെ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. നോക്കൂ, അന്നത്തെ യഹൂദ നിയമം അനുസരിച്ച് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിടെ വിവാഹ നിശ്ചയിച്ചിരുന്ന സ്ത്രീ അവൾ ഗർഭിണിയാണെങ്കിൽ അവളെ കല്ലെറിഞ്ഞുകൊള്ളാനുള്ള നിയമം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ജോസഫ് അത് ചെയ്തില്ല. അതിന് പകരം രഹസ്യത്തിൽ ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അവിടെ നിയമം നിയമം വിധേയനായപ്പോഴും കമ്പാഷൻ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു ഇല്ലേ? പക്ഷെ അന്ന് രാത്രി ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമായതാണെന്ന് പറയുകയും അതുകൊണ്ട് അത് മനസ്സിലാക്കി ജോസഫ് മേരിയെ തന്റെ ഭാര്യയായി സ്വീകരിക്കുകയും പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ആ മാതൃകയാണ് തുടരേണ്ടതെന്ന് പ്രിയപ്പെട്ട ആന്റണി രാജു ഇവിടെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, ഇതാണ് മാതൃക. ഈ മാതൃകയാണ് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് കഴിഞ്ഞ 100 വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായി? എന്റെ അപ്പച്ചന്റെ താടിമീശ നിങ്ങൾ പറിച്ചു കളഞ്ഞില്ലേ? എന്നെ കഠിനമായി നിങ്ങൾ ഉപദ്രവിച്ചില്ലേ? എനിക്കിവിടെ ഞങ്ങൾ എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നൊക്കെ പറയും. ശരിയാണ്, കുറെ നടക്കാനും പാടില്ലാത്ത കുറെ സംഭവങ്ങൾ നടന്നു. അതിൽ വേദനയുണ്ട്, അതിൽ രോഷം കൊള്ളുന്നവരുടെ വികാരം എനിക്ക് മനസ്സിലാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണം, 1949 ജർമ്മനി രണ്ടായത്. അന്ന് കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറൻ പശ്ചിമ ജർമ്മനി എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളായി അത് വിഭജിച്ചു. കിഴക്കൻ ജർമ്മനി കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റ് അവിടെ വന്നു. മറ്റിടത്ത് പശ്ചിമ ജർമ്മനിയിലെ മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റും ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കിരാത ഭരണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ആളുകൾ പലായനം ചെയ്തു കിഴക്കിൽ നിന്നും പടിഞ്ഞാട്ട്. അപ്പോൾ അത് തടയാനായിട്ട് അവിടെ വലിയ മതിലുണ്ടാക്കി. ആ മതിൽ കടന്ന് ആളുകൾ അത് കയറി അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നിഷ്കരുതം, നിർദ്ദയം അവിടെയൊക്കെ വെടിവെച്ചിട്ടു. 1000കണക്കിന് പേരാണ് അവിടെ വെടികൊണ്ട് മരിച്ചത്. അറിയാമോ? എന്നിട്ട് 41 വർഷം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഇല്ല, ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ജർമ്മനിയുടെ ശബ്ദം ലോകം ശ്രവിക്കണം. അങ്ങനെ ശ്രവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ പറഞ്ഞ് 41 വർഷങ്ങൾ കഴിഞ്ഞിട്ട്
അവർക്ക് ഒരു ജർമ്മനിയായി. ഈ ജർമ്മനിയിൽ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്ക് ഇതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ രണ്ട് സഭകളിലുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനത് പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ ഇന്ന് 1990 ഒക്ടോബർ മാസം 3-ാം തീയതി രണ്ട് ജർമ്മനികളും ഒരുമിച്ച് ഒരു ജർമ്മനിയായി. ഈ മാതൃക നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അല്ലെ? നോക്കൂ, ഇന്ന് നമുക്ക് ഇവിടെ പല വിഭാഗങ്ങളിൽ പല ഡിനോമിനേഷൻസിന്റെയും പ്രതിനിധീകരിച്ചുള്ള പിതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. എല്ലായിടത്തും കാണുന്ന കാര്യം എന്താണ്? കാരണം ക്രിസ്ത്യാനികളുടെ സംഖ്യ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യു അണ്ടർസ്റ്റാൻഡ് നമ്മളിതും കണ്ണടച്ചിട്ട് യാതൊരു കാര്യവുമില്ല. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ 18%, ക്രിസ്ത്യാനികളുടെ സംഖ്യ 2%. ഇപ്പോൾ പുതിയ സെൻസസ് വരാൻ പോകുന്നു. അപ്പോൾ അറിയാം വിശേഷം എന്താണെന്ന്, എവിടെയാണ് കുറയുന്നതെന്ന് മനസ്സിലായി. ഇത് അതിലും കുറയാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. 1652 അഹത്തുള്ള മോറോന്മാർ ഇഗ്നേഷ്യസ് ഹദായത്ത് അല്ല കേരളത്തിൽ വന്ന ചരിത്രമോ ഇനി അല്ല അബ്ദുൽ മസീഹ പാത്രറ്റിസം ചരിത്രമോ ഒക്കെ പറഞ്ഞാൽ ഇന്നത്തെ യുവതല പോലെ അതൊന്നും കേൾക്കാൻ താല്പര്യപ്പെടില്ല. അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല. അവർ ചോദിക്കുന്നത് എന്താണ്? ഇത് ക്രിസ്തീയ സഭയാണ്. നിങ്ങൾ പറയുന്നു ഞാൻ കർത്താവിന്റെ വചനം വായിക്കുന്നു. എന്താ 70 വട്ടം ക്ഷമിക്കണമെന്ന് പറയുന്നു. അദ്ദേഹം നിങ്ങൾ പറയുന്നു, നിങ്ങൾ വിശുദ്ധ ഏവൻഗോളിൽ കൂടി നിങ്ങൾ പറയുന്നു, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ് എന്റെ കൽപ്പന എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ നടപ്പിലാക്കാത്തതന്നെ. ഇത് നടപ്പിലാക്കാതെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അങ്ങനെ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ പോകുന്നത്. അത് യാക്കോബായ സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ മാത്രമുള്ള പ്രത്യേകതയൊന്നുമല്ല, എല്ലാ സഭകളിലുമുണ്ട്. ഇന്ന് യുവജനങ്ങളുടെ മീറ്റിംഗ് വിളിച്ചു നോക്കൂ. ഒരു എത്ര പേരുണ്ടാവും? കൈവിരൽ എണ്ണാവുന്ന കുറച്ച് പേര് വന്നേക്കും, അതല്ലാതെ ഉണ്ടാവില്ല. ഇപ്പോൾ അതൊക്കെ ഞാനിവിടെ പല പള്ളികളിലും യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അച്ഛൻ വന്നിട്ട് പറയും, എന്റെ പൊന്നു സാറേ യുവജനങ്ങളുടെ മീറ്റിംഗ് വേണ്ട, നമ്മള് സീനിയർ സിറ്റിസന്റെ മീറ്റിംഗ് സാറ് അഡ്രസ് ചെയ്താൽ മതി എന്ന് പറയും. ഞങ്ങൾക്ക് പുതിയ കൽപ്പന വന്നിട്ടുണ്ട്. 40 മുതൽ 60 വരെയുള്ളവർക്ക് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, 60 മുതൽ 80 വരെയുള്ളവർക്ക് വേറൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഇനി മരിച്ചവർക്ക് വേണ്ടി വേറൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കൂടെ ഉണ്ടാകും. ഇത് ഇങ്ങനെ നോക്കും. നമ്മുടെ പള്ളികളിലൊന്നും ആളുകളില്ല, അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പോകുന്നു? എന്തുകൊണ്ടാണ് ബുദ്ധമതം ഇന്ത്യയിൽ പ്രചരിക്കാത്തത്? കാരണം ബുദ്ധമതത്തിൽ ഉണ്ടായ തത്വങ്ങള്, ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങള്, അതൊക്കെ സന്യാസിമാർ പറഞ്ഞു, പക്ഷെ അതനുസരിച്ച് അവർ ജീവിച്ചില്ല. അത് അപ്രത്യക്ഷമായി. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഇതൊക്കെ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടും. ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ നോക്കേണ്ടുന്നത്. പഴമയുടെ ചാരകുമ്പാരത്തിനു മുമ്പിൽ തൊഴുകൈയുമായി നിൽക്കുന്നവരെ ഇന്നത്തെ യുവജനതയ്ക്ക് വേണ്ട. പള്ളി പിടിച്ചും തമ്മിലടിച്ചും കേസ് പറഞ്ഞും നടന്നാൽ അവർ അവരുടെ പാട്ടിന് പോകും. വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ വേദിയിലിരിക്കുന്ന പിതാക്കന്മാർക്ക് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വളരെ വളരെ കഠിനമാണ്. ഇവരുടെ മുൻഗാമികൾ ആരും ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടില്ല. അത്രയും കടുത്ത വെല്ലുവിളികളാണ് അവർ നേരിടുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് യാക്കോബായ സഭയുടെ ഇടയനായി മോറോന്മാർ ബെസിലിയോസ് ജോസഫ് കാതോലിക്ക രംഗപ്രവേശം ചെയ്യുന്നത്. ഈ സഭയെ ഒരു ധ്രുവ നക്ഷത്രം പോലെ നയിക്കാനും ക്രിസ്തു ധർമ്മത്തിൽ അടിയുറച്ച് നിന്ന് വെണ്മ പരത്താനും പിന്നെ പോരടിച്ചു നിൽക്കുന്ന സഹോദരങ്ങളെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിലൂടെ നയിക്കാനും സർവേശൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കട്ടെ.